ഗ്രീക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രഭാത വചനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ചിന്താവിഷയമായി കൊണ്ടുവന്നിരിക്കുന്നത് വിശ്വാസികൾ തളർന്നു പോകാൻ പാടില്ലാത്ത വിഷയങ്ങൾ എന്നതാണ്. അതായത് വിശ്വാസികൾ തളർന്നു പോകാൻ പാടില്ലാത്ത വിഷയങ്ങൾ. വെള്ളിയാഴ്ചയാകുന്ന ഇന്ന് നാം ഓരോരുത്തരും ദേവാലയത്തിലേക്ക് പോവുകയും അവിടെ ചെന്ന് നമസ്കരിക്കുകയും ഭക്തിഗാനങ്ങൾ ആലപിക്കുകയും വേദപുസ്തകം വായിച്ച് ഗ്രഹിക്കുകയും വചന ശുശ്രൂഷ ശ്രവിക്കുകയും ഒക്കെ ചെയ്യും. ഒരു ചെവിയിൽ കൂടെ കേട്ട് മറ്റൊരു ചെവിയിൽ കൂടി ഇറക്കിവിട്ട് തിരികെ പോരുന്ന നമ്മുടെ ആ പ്രവണത മാറ്റി നമ്മളെ തന്നെ ദൈവത്തിൻ്റെ മുമ്പാകെ ദേവാലയത്തിൽ സമർപ്പിച്ച് ശ്രദ്ധയോടുകൂടി നല്ലൊരു കേൾവിക്കാരായി വചന ശുശ്രൂഷ ശ്രവിച്ച് തിരികെ ഭവനത്തിൽ വന്ന് അതിന് പ്രകാരം നാം ജീവിക്കുന്നുവെങ്കിൽ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇന്നത്തെ ചിന്താവിഷയത്തിലേക്ക് കിടക്കട്ടെ. വിശ്വാസികൾ തളർന്നു പോകാൻ പാടില്ലാത്ത വിഷയങ്ങൾ എന്നതാണ് ഇന്നത്തെ ചിന്താവിഷയം. ഒരു ക്രിസ്ത്യാനിയുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്നത് വിശ്വാസമാണ് എന്നുള്ളതിന് രണ്ടഭിപ്രായമുണ്ടാകുകയില്ല. ഒരു വിശ്വാസി ഒരിക്കലും നിരാശനാകുകയില്ല, അവന് വിശ്വാസമുണ്ട് എങ്കിൽ. വിശ്വസിച്ചാൽ ദൈവ പ്രവൃത്തി കാണാം, ആശ്രയിച്ചാൽ ദൈവ കരുതൽ കാണാം. വിശ്വസിച്ചാൽ ദൈവ പ്രവൃത്തി കാണാം, ആശ്രയിച്ചാൽ ദൈവ കരുതൽ കാണാം. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി കരുതുന്നവൻ. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി കരുതുന്നവൻ. വിശ്വസിക്കുന്നവർക്ക് ദൈവപ്രവൃത്തി കാണുവാൻ സാധിക്കും. ആശ്രയിക്കുന്നവരെ ദൈവം കരുതും. ചോദിക്കുന്നതിലും വിചാരിക്കുന്നതിലും അധികം കരുതുന്നവനാണ് നമ്മുടെ ദൈവം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. തളർന്നു പോകാൻ പാടില്ലാത്ത വിഷയങ്ങൾ ഏതൊക്കെയെന്ന് നമുക്ക് ഒന്ന് നോക്കാം. കർത്തൃ ശുശ്രൂഷയിൽ നാം തളർന്നു പോകരുത്. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കർത്തൃ ശുശ്രൂഷയിൽ നാം തളർന്നു പോകരുത്. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ ഇപ്രകാരം അതിൽ ആ തിരുവചനം എഴുതിയിരിക്കുന്നു: അതുകൊണ്ട് ഞങ്ങൾക്ക് കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ ഉണ്ടാകിയാൽ ഞങ്ങൾ അധൈര്യപ്പെടാതെ ലജ്ജാകരമായ രഹസ്യങ്ങളെ ത്യജിച്ച് ഉപായം പ്രയോഗിക്കാതെയും ദൈവവചനത്തിൽ കൂട്ടു ചേർക്കാതെയും സത്യം വെളിപ്പെടുത്തുന്നതിനാൽ ദൈവസന്നിധിയിൽ സകല മനുഷ്യരുടെയും മനസാക്ഷിക്ക് ഞങ്ങളെ തന്നെ ബോധ്യമാക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ കർത്തൃ ശുശ്രൂഷ ചെയ്യുന്നതിൽ ഒരിക്കലും തളർന്നു പോകരുത് എന്നാണ് ഇവിടെ പൗലോസ് ശ്ലീഹ നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നത്. 2-ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കഷ്ടതയിൽ തളർന്നു പോകരുത്. അഗെയിൻ പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 13-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സഹിക്കുന്ന കഷ്ടങ്ങൾ നിങ്ങളുടെ മഹത്വമാകിയാൽ അവ നിമിത്തം അധൈര്യപ്പെട്ടു പോകരുത് എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഇവിടെ പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ പറയുന്നത് കഷ്ടതയിൽ തളർന്നു പോകരുത്. എങ്ങനെയുള്ള കഷ്ടതകളാണ്? നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാകുന്നതിനുള്ള എല്ലാ കഷ്ടതകളും സഹിക്കണം എന്നാണ് ഇവിടെ പൗലോസ് ശ്ലീഹ സ്വയം അനുഭവിച്ചുകൊണ്ട് നമ്മെ ആഹ്വാനം ചെയ്യുന്നത്. 3-ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പ്രാർത്ഥനയിൽ നാം തളർന്നു പോകരുത്. ലൂക്കോസ് എവൻഗേലിസ്റ്റ് സുവിശേഷം 18-ാം അധ്യായം 1-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു: മടുത്തു പോകാതെ പോലും പ്രാർത്ഥിക്കണമെന്നാണ് പറയുന്നത്. മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. നമ്മൾ ഇവിടെ നാം കാണുന്നത് യേശുവിൻ്റെ പ്രഭാഷണത്തിലെ ഒരു ഉപമയും കൂടിയാണ് നമ്മൾ താഴോട്ട് നോക്കുമ്പോൾ കാണുന്നത്. അതിന് അവൻ പറയുന്ന ഉപമ എന്ന് പറയുന്നത് ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ലാത്ത ഒരു ന്യായാധിപൻ ഒരു പട്ടണത്തിലുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ആ പട്ടണത്തിൽ ഒരു വിധവയും ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ആ ഭാഗങ്ങളൊക്കെയും ആ ഉപമ നിങ്ങൾക്കറിയാവുന്നതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായി പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. ലൂക്കോസ് എവൻഗേലിസ്റ്റ് സുവിശേഷം 18-ാം അധ്യായം മുതൽ നിങ്ങൾ 2, 3, 4, 5
വരെ അത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഗ്രഹിക്കാവുന്നതേ ഉള്ളൂ. നാലാമത്തേത്, നന്മ ചെയ്യുന്നതിൽ നാം തളർന്നു പോകരുത് എന്നാണ് ഇവിടെ പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ പറയുന്നത്. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 9ഉം 10ഉം നമ്മൾ വായിക്കുമ്പോൾ നമുക്കതിൽ നിന്നും ഇത് മനസ്സിലാക്കുവാൻ സാധിക്കും. നന്മ ചെയ്യുകയിൽ നാം അടുത്തു പോകരുത്, തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യും. ആകയാൽ അവസരം കിട്ടും പോലെ നാം എല്ലാവർക്കും, വിശേഷാൽ സഹവിശ്വാസികൾക്ക് നന്മ ചെയ്യുക എന്ന് ഇവിടെ പൗലോസ് ശ്ലീഹ നമ്മെ ആഹ്വാനം ചെയ്യുന്നു. നമ്മൾ മുമ്പോട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് 5ാമത്തെ പോയിന്റ്, പാപനിമിത്തം തളർന്നു പോകരുത്. ഇവിടെ പാപനിമിത്തം തളർന്നു പോകരുത് എന്നാണ് പറയുന്നത്. വിലാപങ്ങളുടെ പുസ്തകം വായിക്കുമ്പോൾ അതിൽ 5ാം അധ്യായം 16ഉം 17ഉം വാക്യമൊന്ന് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഞങ്ങളുടെ തലയിലെ കിരീടം വീണുപോയി, ഞങ്ങൾ പാപം ചെയ്യുകൊണ്ട് ഞങ്ങൾക്ക് അയ്യോ കഷ്ടം, ഇതുകൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തിന് രോഗം പിടിച്ചിരിക്കുന്നു, ഇത് നിമിത്തം ഞങ്ങളുടെ കണ്ണ് മങ്ങിയിരിക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ യിരെമ്യാ പ്രവാചകൻ പറയുന്നത് BC 586 കഥയാണ് ഇവിടെ പറയുന്നത്. ഞങ്ങളുടെ തലയിലെ കിരീടം വീണുപോയി, ഞങ്ങൾ പാപം ചെയ്യുകൊണ്ട് ഞങ്ങൾക്ക് അയ്യോ കഷ്ടം എന്നാണ് ഇവിടെ പറയുന്നത്. നമ്മൾ മുമ്പോട്ട് നോക്കുമ്പോൾ 17, 18, 19, 20, 21, 22 വാക്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് അവരുടെ ആ അവസ്ഥ നമുക്ക് മനസ്സിലാവും. അതായത് പാപം ചെയ്തു പോയി, അയ്യോ ഞാൻ മഹാപാപിയാണ് എന്ന് പറഞ്ഞ് അതിൽ നമ്മൾ തളർന്നു പോകാതെ നമ്മൾ ദൈവത്തിൽ നമ്മളെ തന്നെ സമർപ്പിച്ച് മുമ്പോട്ട് പോകുന്നുവെങ്കിൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. 6ാമത്തെ പോയിന്റ്, ആഹാരക്കുറവ് നിമിത്തം തളർന്നു പോകരുത് എന്നാണ് പറയുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് അങ്ങനെ ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ, അതായത് നമ്മൾ വീട്ടിലല്ല അല്ലെങ്കിൽ ദൂരെയാണ്, ഏതെങ്കിലും ഒരു അടുത്ത് നഗപ്പെട്ടു പോയി അവിടെ ആഹാരം കിട്ടാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ, അയ്യോ ഞാൻ ഇനി എന്ത് സംഭവിക്കുമെന്ന് വിചാരിച്ച് അവിടെ തളർന്നു പോകാതെ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഇവിടെ നമ്മോട് സങ്കീർത്തനക്കാരൻ പറയുന്നു. അതായത് സങ്കീർത്തനങ്ങൾ 107-ാം അധ്യായം 5, 6, 7 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കത് വളരെ ക്ലിയറാവും. അവർ വിശ്വസം ദാഹിച്ചുയിരുന്നു, അവരുടെ പ്രാണൻ അവരുടെ ഉള്ളിൽ തളർന്നു. അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു, അവൻ അവരെ അവരുടെ ഞെരുക്കത്തിൽ നിന്നും വിടുവിച്ചു. അവർ പാർപ്പാൻ തക്ക പട്ടണത്തിൽ ചെല്ലേണ്ടതിന് അവൻ അവരെ ചൊവ്വുള്ള വഴിയിൽ നടത്തി. അതായത് ആഹാരത്തിൻ്റെ കുറവ് കൊണ്ട് തളർന്നു പോയാൽ വരുന്ന സംഭവം എന്ത് ചോദിച്ചാൽ, നമ്മൾ തന്നെ തോറ്റുപോകുന്നു. അതായത് നമ്മൾ ഒന്നുമല്ല, ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിക്കുകയും അവനോട് അപേക്ഷിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവൻ നമ്മളെ ശരിയായ പാതയിൽ കൊണ്ടുവന്ന് നമ്മുടെ കഷ്ടതയിൽ നിന്ന് നമ്മളെ രക്ഷിച്ച് നമുക്ക് നല്ല സ്ഥലത്ത് നമ്മളെ എത്തിച്ച് നമുക്ക് ആഹാരം തരുമെന്നാണ് ഈ വേദഭാഗം നാം പറയുന്നത്. നാം പ്രത്യാശയുടെ ലേഖനം വായിക്കണം. പൗലോസ് ശ്ലീഹായുടെ 1-ാം ലേഖനം അതിൻ്റെ 2-ാം അധ്യായം 1 മുതൽ വായിച്ചു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിനെക്കുറിച്ച്. പ്രത്യാശയുടെ ലേഖനമാണ് പൗലോസ് ശ്ലീഹ എഴുതിയിരിക്കുന്നത്. അത് വായിക്കുമ്പോൾ കൃത്യമായി മനസ്സിലാകും. ശത്രുക്കൾ നിമിത്തം തളർന്നു പോകരുതെന്നാണ് അടുത്ത പോയിന്റ്, 6ാമത്തെ പോയിന്റ്. ശത്രുക്കൾ നിമിത്തം തളർന്നു പോകരുത്. ഇവിടെ ഇയ്യോബിൻ്റെ പുസ്തകം 16-ാം അധ്യായം 9-ാം വാക്യം വായിച്ചു നോക്കണം. അവൻ കോപത്തിൽ എന്നെ കീറി ഉപദ്രവിച്ചു, അവൻ എൻ്റെ നേരെ പല്ല് കടിക്കുന്നു, ശത്രു എൻ്റെ നേരെ കണ്ണ് കൂർപ്പിക്കുന്നു എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇയ്യോബ് ചെയ്തതുപോലെ നാം ദൈവത്തിൽ ശരണപ്പെടുകയാണ് വേണ്ടത്. മറ്റുള്ളവർ നമുക്കെതിരായി നമ്മുടെ മോശം അവസ്ഥയിൽ നമ്മെ നന്നായി പറയുന്നവർ വളരെ ചുരുക്കം മാത്രമേ കാണുള്ളൂ. ആ അവസരത്തിൽ തളർന്നു പോകാതെ, ശത്രുക്കൾ നിമിത്തം തളരാതെ ദൈവത്തിൽ നമ്മൾ ആശ്രയിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ദൈവം നമ്മെ ശത്രുക്കളിൽ നിന്നും വിടുവിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. യോശുവ ഇവിടെ പറയുന്നത് എന്താണ് എന്ന് നമുക്ക് നോക്കാം. യഹോവ, അതായത് യോശുവ 21-ാം അധ്യായം 44-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു, യഹോവ അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്തതുപോലെയൊക്കെയും ചുറ്റും അവർക്ക് സ്വസ്ഥത നൽകി. ശത്രുക്കളിൽ ഒരുത്തനും അവരുടെ മുമ്പിൽ നിന്നിട്ടില്ല. യഹോവ സകല ശത്രുക്കളെയും അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു. ഇതിനൊക്കെയും കാരണം യഹോവയുടെ വാഗ്ദത്തമാണ്.
അവൻ പറഞ്ഞു, നിന്റെ പിതാക്കന്മാരോട് ഞാൻ സത്യം ചെയ്തത് പ്രകാരം നിനക്ക് ആ കനാൻ ദേശം തരുമെന്ന് പറഞ്ഞു. അവർ പല തെറ്റുകൾ ഇതിൻ്റെ ഇടയ്ക്ക് ചെയ്തുവെങ്കിലും അതൊക്കെയും ക്ഷമിച്ചിട്ട് അവൻ യോശുവയുടെ ലീഡർഷിപ്പിൽ ആ കനാൻ ദേശം അവർക്ക് കൊടുക്കുന്നതായ ഭാഗമാണ് നാം ഇവിടെ കാണുന്നത്. അത് നാം മനസ്സിലാക്കി നമ്മൾ തളർന്നു പോകരുതാത്ത കാര്യങ്ങളാണ് ഇവിടെ ഓരോന്നും പറയുന്നത്. നാം തളരാതെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവൻ നമുക്ക് ശത്രുക്കളിൽ നിന്നും രക്ഷ പ്രാപിക്കുവാനുള്ള വഴി കാട്ടിത്തരും എന്നുള്ളതാണ് ഇവിടെ നാം എടുത്തു പറഞ്ഞിരിക്കുന്നത്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഈ ലോകത്തിലേക്ക് കർത്താവായ യേശുക്രിസ്തു വന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് നമ്മളത് മനസ്സിലാക്കേണ്ടതുണ്ട്. പാരിൻ്റെ പാപങ്ങൾ ചുമന്നൊഴിപ്പാൻ പരലോകം വിട്ടു നീ ഭൂവിൽ വന്നു. പാരിൻ്റെ പാപങ്ങൾ ചുമന്നൊഴിപ്പാൻ പരലോകം വിട്ടു നീ ഭൂവിൽ വന്നു. പാപം വെറുത്തിട്ടും പാപിയെ സ്നേഹിച്ച പാവനമാം നിൻ സ്നേഹം എത്ര ശ്രേഷ്ഠം. പാപം വെറുത്തിട്ടും പാപിയെ സ്നേഹിച്ച പാവനമാം നിൻ സ്നേഹം എത്ര ശ്രേഷ്ഠം. പാവനമാം നിൻ സ്നേഹം എത്ര ശ്രേഷ്ഠം. ഈ ലോകത്തിൻ്റെ പാപങ്ങളെ ചുമക്കുന്നതിനായി സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് വന്നവനെ ആശ്രയിക്കുക. അവൻ നമ്മുടെ രക്ഷകനാകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നമ്മളിവിടെ കണ്ടത് വിശ്വാസികൾ തളർന്നു പോകാതിരിക്കാൻ നാം ആരെയാണ് ആശ്രയിക്കേണ്ടത്? ദൈവത്തെയാണ് ആശ്രയിക്കേണ്ടത്. ഒന്നാമത്തെ പോയിന്റ്, കർത്തൃ ശുശ്രൂഷയിൽ നാം തളർന്നു പോകരുത്. രണ്ടാമത്തേത്, കഷ്ടതയിൽ തളർന്നു പോകരുത്. മൂന്നാമത്തേത്, പ്രാർത്ഥനയിൽ നാം തളർന്നു പോകരുത്. നാലാമത്തേത്, നന്മ ചെയ്യുന്നതിൽ നാം തളർന്നു പോകരുത്. അഞ്ചാമത്തേത്, പാപനിമിത്തം തളർന്നു പോകരുത്. ആറാമത്തേത്, ആഹാരക്കുറവ് നിമിത്തം തളർന്നു പോകരുത്. ഏഴാമത്തേത്, ശത്രുക്കൾ നിമിത്തം തളർന്നു പോകരുത് എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു. ഈ കാര്യങ്ങളൊക്കെയും നമ്മൾ ഓർത്തിരിക്കുന്നുവെങ്കിൽ അതിനായി എപ്പോഴും ചെയ്യേണ്ടത് സന്തോഷമായിട്ടിരിക്കുകയും ഇടപെടാതെ പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് വേണ്ടത്. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 16-17 എടുത്ത് വായിച്ചു നോക്കുക. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലാകും. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.